إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فمن زحزح عن النار وأدخل الجنة فقد فاز اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് റമളാനിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനങ്ങളിൽ എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഹ്സിനീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ ആദ്യ 10 പിന്നിടാൻ പോവുകയാണ്. നമ്മുടെ സാധാരണ സംസാരങ്ങളിൽ വരാറുള്ളതാണ്, എത്ര പെട്ടെന്നാണ് റമളാനിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും രാത്രി നമസ്കാരവും ഖുർആൻ പാരായണങ്ങളും നാം നൽകിയ സ്വതക്കകളും നോമ്പ് തുറപ്പിച്ചതും നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുമെല്ലാം കുറ്റമറ്റതായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആദ്യ 10 പിന്നിടുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകേണ്ട പ്രധാന ചിന്ത എന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ നോമ്പ്, ആ നോമ്പ് കൊണ്ട് നരകമോചനം ലഭിക്കുമോ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രീതിയിലാണോ നമ്മുടെ നോമ്പ്?
ആ തരത്തിലുള്ള നോമ്പാണോ നമ്മുടെ നോമ്പ് എന്ന് ഞാനും നിങ്ങളും ഗൗരവകരമായി ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, തിരുത്തേണ്ട ഒരു വിഷയമാണ്. കാരണം നരകമോചനം നമ്മൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ വലിയ നഷ്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നരകം എന്നുള്ളത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയിൽ കയറുമ്പോൾ, ബൈക്കിലാവട്ടെ കാറിലാവട്ടെ, വെയിൽ കൊണ്ട സീറ്റ് അതിലിരിക്കുമ്പോൾ തന്നെ ആ ചൂട് നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ വല്ലാത്ത ചൂടാണവിടെ. പാചകം ചെയ്യുന്ന പാത്രം ഒരൽപ്പം കയ്യിൽ തട്ടിയാൽ സഹിക്കാൻ പറ്റുന്നില്ല ആ ചൂട്. ദിവസങ്ങളോളം അതിൻ്റെ പാടും അതിൻ്റെ വേദനയും നമ്മൾ സഹിക്കുകയാണ്, അല്ലേ? എന്നാൽ ദുനിയാവിൻ്റെ തീ എന്നുള്ളത് നരകത്തിലെ തീയെ അപേക്ഷിച്ച് 70 ജുസ്ഇലെ ഒരു ജുസ് മാത്രമാണ്. ദുനിയാവിൻ്റെ 69 ഇരട്ടി തീയാണ് നരകത്തിലുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, മഗ്ഫിറത്തിനെ മാറ്റിവെക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു ചോദിക്കുകയാണ്, ഫമാ അസ്ബറഹും അലന്നാർ, അവർക്ക് എങ്ങനെയാണ് നരകം സഹിക്കാൻ പറ്റുക എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ടൊന്ന് ആലോചിക്കണം. നോമ്പ് നോറ്റ്, ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിച്ച്, ഖുർആൻ പാരായണം ചെയ്ത്, സദഖകൾ കൊടുത്ത്, ഒരുപാട് നന്മകൾ ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ച് അവസാനം നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പരാജയം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ വിജയം എന്നുള്ളത് നരകമോചനമാണ്, അല്ലേ? നരകം എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തിയതാണ്, അല്ലേ? മനുഷ്യൻ അവൻ്റെ തോല് കത്തിത്തീരുമ്പോഴേക്കും പുതിയ പുതിയ തോലുകൾ ഇങ്ങനെ അള്ളാഹു പുതുക്കിക്കൊണ്ടിരിക്കും എന്നാണ്. പുതിയ ചർമ്മം അള്ളാഹു പുതുക്കിക്കൊണ്ടിരിക്കും. സൂറത്തു നിസായിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഓരോ തോലും ഓരോ ചർമ്മവും കത്തിത്തീരുമ്പോഴേക്കും പുതിയ ചർമ്മങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവിടെയുള്ള ശിക്ഷ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഒന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിക്കും. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. അവിടെ സഹായിക്കാനോ അവിടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ശിക്ഷ കുറക്കാനോ ഒന്നും അവിടെ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആളുകൾ കാവൽക്കാരോട് പറയും, നരകത്തിൻ്റെ കാവൽക്കാരോട്, ആ സഹിച്ച് ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഒന്ന് കുറച്ചു കിട്ടുമോ എന്നവർ അപേക്ഷിക്കുമെന്നാണ്. വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഞങ്ങൾക്ക് കുറച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിക്കും, ആ ആഗ്രഹം പ്രകടിപ്പിക്കും. അവർ പറയും, ഖാലു അവലം തകു തഅതീകും റുസുലുക്കും ബിൽ ബയ്യിനാത്ത്. നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലേ? വ്യക്തമായ തെളിവോടുകൂടി ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഒരുപാട് ഉത്ബോധനങ്ങളും താക്കീതുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഖാലു ബല. അവർ പറയും, അതെ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഖാലു ഫദ്ഉ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അവരോട് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യാതൊരുവിധ ഫലവും ഉണ്ടാവുകയില്ല. അന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവില്ല, അതിൽ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് അവരോട് പറയുന്ന ഒരവസ്ഥ. സഹോദരന്മാരെ, റമളാൻ കിട്ടിയിട്ടും പാപമോചനം ലഭിക്കാതെ പോവുകയാണ് എങ്കിൽ, നരകമോചനം ലഭിക്കാതെ നമ്മൾ പോവുകയാണ് എങ്കിൽ വലിയ നഷ്ടക്കാരാണ് നമ്മൾ, അല്ലേ? മാലിക്കിനെ വിളിച്ച്, നരകത്തെ കാക്കുന്ന മാലിക്കിനെ വിളിച്ച്, ആ മലക്കിനെ വിളിച്ച് അവർ പറയും, ഒന്ന് മരിപ്പിച്ചാൽ മതി, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ച് കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് നരകക്കാർ വേവലാതി പറയും, ആവലാതി പറയും. വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ. ഒന്ന് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ മരിപ്പിച്ചാൽ, അല്ലെ? ദുനിയാവിൻ്റെ ഏറ്റവും വലിയ വേദന ഉണ്ടെങ്കിൽ പോലും അത് കേവലം ശാശ്വതമല്ല, അല്ലേ? അതൊരു പക്ഷെ നൈമിഷികമായിരിക്കും.
മരണത്തോടുകൂടി എല്ലാം തീർന്നു പോകും. മനുഷ്യൻ ആഗ്രഹിക്കും നരകത്തിൽ ഒന്ന് മരിച്ചു കിട്ടിയാലെന്ന്. പക്ഷേ ഇന്നക്കും മാകിസൂൻ, നിങ്ങൾ കാലാകാലം ഇവിടെ താമസിക്കേണ്ടവരാണ് എന്ന് ആ മലക്ക് അവരോട് പറയുമെന്നാണ്. പുറത്തു കടക്കാൻ നോക്കും, രക്ഷപ്പെട്ട് ഒന്ന് പുറത്തു കടക്കാൻ നരകത്തിൽ നിന്ന് അവർ പരിശ്രമിക്കുമെന്നാണ്. പക്ഷേ അതിനവർക്ക് സാധിക്കുകയില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ വഹും യസ്തരിഖൂന ഫീഹാ, അവർ ആർത്തട്ടഹസിച്ച് വിളിച്ചു പറയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ, റബ്ബേ ഞങ്ങളെ ഒന്ന് പുറത്താക്കിക്കൊണ്ടാ, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാത്ത പല നന്മകളും ചെയ്തു വരാം റബ്ബേ. അല്ലേ, റമദാൻ കിട്ടിയിട്ട് നന്മകൾ ചെയ്യാൻ സാധിക്കാതെ പോയാൽ, അല്ലേ, റമദാൻ കഴിഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല സഹോദരന്മാരെ. ഏറ്റവും നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയുന്ന ഈ വാക്കുകൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് വായിക്കണം. ഇത് അല്ലേ, അള്ളാഹ് പറയാണ് എന്താ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് വന്നു കിട്ടേണ്ട എല്ലാം വന്നു കിട്ടിയിട്ടുണ്ട്. താക്കീതുകാരൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തേ ഒരുപാട് ആയുസ് കിട്ടിയിട്ടുണ്ട്, ആ ആയുസ്സിൽ റമളാന് കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തേ നന്നാവാത്തത്? ഫദൂഖു, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക. ഫമാലി ദ്വാലിമീന മിൻ നസീർ, അക്രമകാരികൾക്ക് യാതൊരുവിധ രക്ഷയുമില്ല, രക്ഷാധികാരിയും ഇവിടെ ഉണ്ടാവുകയില്ല എന്നവരോട് പറയാം. അല്ലേ, കഴിക്കാൻ വിശന്ന് വലഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുമ്പോൾ അവരോട് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ് സഖൂം എന്നുള്ള ആ മരത്തിലെ പഴം. ഇന്ന ഷജറത സഖൂം തുആമുൽ അസീം, കുറ്റവാളികളുടെ ഭക്ഷണമാണത്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ, അത് കഴിക്കുമ്പോഴേക്കും അല്ലെ വയറുകളൊക്കെ തിളച്ചു മറിയും. അത് മുളക്കുന്നത് തന്നെ തീയിൽ നിന്നാണ് ആ മരം മുളക്കുന്നത്. അതിലുണ്ടാകുന്ന ഫലം അത് കഴിക്കുമ്പോഴേക്കും ആകെ അവൻ്റെ ശരീരമാകെ പിച്ച് ചീന്തപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോൾ കുടിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് അവർ ചോദിക്കും. അവർക്ക് കൊടുക്കുന്നതോ ഉരുക്കിയ ലോഹമാണ്. അത് അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവരുടെ മുഖങ്ങളൊക്കെ കരിഞ്ഞ് പോകുമെന്നാണ്. എത്ര മോശപ്പെട്ട ഒരു പാനീയമാണ് എന്നാണ് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സൂറത്തു മുഹമ്മദിൽ ആ പാനീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വസുഖൂ മാഅൻ ഹമീമ, തിളച്ചു മറിയുന്ന പാനീയം അവർക്ക് നൽകപ്പെടുമെന്നാണ്. ഫഖത്തഅ അംആഅഹും, അവരുടെ ആമാശയങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് കുടിക്കുമ്പോഴേക്കും. ദാഹിച്ചിട്ടാണൊന്ന് കുടിക്കുന്നത്, പക്ഷേ ദാഹശമനമല്ല ഉണ്ടാകുന്നത്, മറിച്ച് മുമ്പുള്ളതിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ശിക്ഷ, അത്തരം ഭീകരത, നരകത്തിൻ്റെ ഭീകരത നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. അല്ലേ, ദാഹിച്ചു വലഞ്ഞ് കുടിക്കാൻ സ്വർഗക്കാരുടെ അടുക്കൽ പോയി കെഞ്ചും അവർ. സ്വർഗത്തിൽ ഒരുപക്ഷെ അവിടെ അവരുടെ ബന്ധുക്കളായിരിക്കും, ഉപ്പ മകനോടായിരിക്കും ചോദിക്കുന്നത്, മകൻ ഉപ്പയോടും ഉമ്മയോടുമൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ. എന്താ അവർ പറയുന്നത്? ദാഹിച്ചു വലഞ്ഞ് വിശന്ന് വലഞ്ഞ് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അൻ അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, ഒരൽപ്പം വെള്ളം തരുമോ എന്ന് സ്വർഗക്കാരോട് ചോദിക്കുമെന്നാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ റിസ്കിൽ നിന്ന് എന്തെങ്കിലും തരുമോ എന്ന് അവർ കെഞ്ചുമെന്നാണ്. സ്വർഗക്കാർ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അള്ളാഹു സ്വർഗീയ കാര്യങ്ങളെല്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു എന്നാണ്. അല്ലേ, അല്ലദീന അത്തഖദു ദീനഹും ലഹ്വൻ വലഇബ, അള്ളാഹുവിൻ്റെ ദീനിനെ കേവലം കളിതമാശയായി കണ്ടു നടന്നവർ. അല്ലേ, വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിൻ്റെ പളപളപ്പിൽ പരലോകത്തെ മറന്ന മനുഷ്യന്മാർ, അവർക്ക് സ്വർഗം ഹറാമായി പോയിട്ടുണ്ട്. അത്തരം കാഫിരീങ്ങൾക്ക് സ്വർഗത്തിലെ എല്ലാം ഹറാമായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലേ, ഏറ്റവും ചെറിയ ശിക്ഷയെ പറ്റി എന്താ പറഞ്ഞത്? നരകത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നരകക്കാർക്ക് കൊടുക്കുന്ന ഒരു ചെരുപ്പാണ്. ഇന്ന അഹ്വന അഹ്ലി നാരി അദാബൻ മൻ ലഹു നഅലാനി വശിറാകാനി മിൻ നാരിൻ. അല്ലേ, തീയിനാലുള്ള 2 ചെരുപ്പ് കൊടുക്കുമെന്നാണ്. യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജൽ, ഒരു പാത്രത്തിൽ വെള്ളം തിളക്കുന്നത് പോലെ ആ ചെരുപ്പിൽ നിന്ന മനുഷ്യന്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ്. അല്ലേ,
ഏറ്റവും ചെറിയ ശിക്ഷയെപ്പറ്റി അവൻ വിചാരിക്കും അവന് നൽകപ്പെട്ട ആ ശിക്ഷയാണ് ഈ നരകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ എന്ന് അവൻ വിചാരിച്ചു പോകുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സ്വർഗത്തിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. സ്വർഗത്തിൽ ഏറ്റവും അവസാനം ചെന്ന് കിടക്കുന്ന മനുഷ്യൻ, അവൻ എന്തായാലും ഏറ്റവും സ്വർഗത്തിൽ നൽകപ്പെടുന്ന പദവികളിൽ ഏറ്റവും കുറഞ്ഞ പദവി ലഭിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ വിചാരിക്കും സ്വർഗത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പദവി എൻ്റേതാണ് എന്ന് അവൻ വിചാരിച്ചു പോകുമെന്നാണ്. നോക്കൂ സഹോദരന്മാരെ, അതില്ലേ യഥാർത്ഥ വിജയം. അതാണ് ഫമൻ സുഹ്സിഹ അനിൻ നാരി, ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അതാണ് യഥാർത്ഥ വിജയം, അവനാണ് യഥാർത്ഥ വിജയി എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നരകമോചനം ലഭിക്കുക, അല്ലേ, സ്വർഗപ്രവേശനം ലഭിക്കുക, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഏറ്റവും നല്ലൊരു അവസരം, റമളാൻ എന്ന അവസരം നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹു ഒരു മുഅ്മിനിനെ ശിക്ഷിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു അർഹമുർ റാഹിമീനാണ്, ഏറ്റവും റഹ്മത്തുള്ളവനാണ് അള്ളാഹു, അല്ലേ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാൻ എന്നുള്ള ഈ ഒരു അവസരത്തെ, ഏറ്റവും പുണ്യത്തെ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ആ നരകമോചനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന, റമളാനിന്റെ ആദ്യ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൽ എണ്ണിയ ഒരു കാര്യമാണ് വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. വദാലിക കുല്ല ലൈല, അത് എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ്. റമളാനിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അതിൽ നമ്മൾ പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്, അല്ലേ. നമ്മൾ ചോദിക്കാറുണ്ടോ റബ്ബിനോട്? നരകമോചനത്തെ നമ്മൾ ചോദിക്കാറുണ്ടോ, അല്ലേ? നോമ്പിനെ കുറിച്ചും പറഞ്ഞത് അങ്ങനെയാണ്. ഒരു നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വിദൂരം അവനുണ്ടാകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു കിടങ്ങ് അള്ളാഹു ഉണ്ടാക്കുമെന്നാണ്. അതിൻ്റെ ആഴം എത്രയാണ്, അതിൻ്റെ വ്യാപ്തി എത്രയാണ്? ബൈനസ്സമാഇ വൽ അർദ്, ആകാശഭൂമികളോളം അന്തരമുള്ള ഒരു കിടങ്ങ് അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഉണ്ടാക്കി തീർക്കുമെന്നാണ്. അതുകൊണ്ട് ഈ നോമ്പ് എന്നുള്ളത്, നമ്മൾ എടുക്കുന്ന നോമ്പ്, അത് ഏറ്റവും നല്ലൊരു ഇബാദത്താണ്, അല്ലേ. റമളാൻ മാസം, അതിൽ അള്ളാഹുവിൻ്റെ പാപമോചനം, അതല്ലെങ്കിൽ നരകമോചനമുണ്ട്. നോമ്പിൽ നരകമോചനമുണ്ട്. 13 മണിക്കൂർ നീണ്ട ഒരു ആരാധനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നോമ്പ് എന്നുള്ളത്. അതുകൊണ്ട് മറ്റു നന്മകളും ഇതിൻ്റെ കൂടെ അധികരിപ്പിക്കുക, അതിൻ്റെ കൂടെ തിന്മകൾ ഒരിക്കലും കൂട്ടിക്കലർത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് നരകമോചനം ലഭിക്കുമോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, അല്ലേ. നമ്മുടെ നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ആ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതോ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിന് ആവശ്യമില്ലാത്ത ചില നോമ്പിനെ പറ്റി പറഞ്ഞില്ലേ, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ മിൻ അൻ യദഅ തുആമഹു വശറാബഹു, അല്ലേ. അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പട്ടിണി കിടന്നതുകൊണ്ട് ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം നോമ്പിലാണോ നമ്മൾ പെടുന്നത് എന്നുകൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു നോമ്പ്, നന്മകൾ അധികരിപ്പിക്കാത്ത നോമ്പ്, തഖ്വ നേടിയെടുക്കാത്ത ഒരു നോമ്പാണോ നമ്മുടെ നോമ്പ്, അല്ലേ. ചില ആളുകൾ തിന്മ ചെയ്യാൻ വേണ്ടി നോമ്പ് തുറക്കാൻ കാത്തു നിൽക്കുകയാണ്, അല്ലേ. സിഗരറ്റും പിടിച്ച് കാത്തു നിൽക്കുകയാണ്, സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട്. ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ് നോമ്പ് തുറക്കാൻ. ചില ആളുകൾ പള്ളിയുടെ ടോയ്ലറ്റിലടക്കം സിഗരറ്റ് വലിച്ച് മറ്റുള്ള എത്രയോ മുഅ്മിനീങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ. എപ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലേ. റമളാൻ ഇതിനൊക്കെ ഒരു മാറ്റം വേണം സഹോദരന്മാരെ. നോമ്പുകാരായിരിക്കെ സിനിമ കാണുന്ന എത്ര ആളുകളുണ്ട്, സംഗീതം കേൾക്കുന്ന ആളുകൾ, അല്ലേ, ഹറാമ് ഭക്ഷിക്കുന്ന ആളുകൾ, പലിശ തിന്നുന്ന ആളുകൾ, പലിശയുമായി ഇടപെടുന്ന ആളുകൾ,
നമ്മുടെ ഭക്ഷണങ്ങളിൽ ഹറാമ് കലർന്നിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് മാറണം. റമളാൻ നമ്മെ മാറ്റണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പരിപൂർണമായും മാറ്റിയിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണ് നമ്മൾ റമളാനിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ എടുക്കേണ്ടത്. നമ്മളുടെ നോമ്പിൻ്റെ കൂടെ നമ്മൾ കൈമുതലായി സ്വീകരിക്കേണ്ടത് അതാണ്, അല്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ പടച്ചത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും പ്രപഞ്ചവും എല്ലാം, സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നുള്ള കലിമത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം പടച്ചത്, അല്ലേ? എത്രയോ ആളുകൾ ഇത് പറയുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് പറയേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങനെ അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ, എങ്ങനെ? സിദ്ഖൻ മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് സത്യസന്ധമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച് അതിനവന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തിയാൽ, ഹറമഹുല്ലാഹു അലന്നാർ, അല്ലേ? അവനെ നരകത്തിന് നിഷേധമാക്കുമെന്നാണ്, ഹറാമാക്കുമെന്നാണ്. സഹോദരന്മാരെ, എത്രയോ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അല്ലേ? ജനിക്കുമ്പോൾ കേട്ടത് തന്നെ താരാട്ട് പാട്ടിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന അതേ നാവ് കൊണ്ട് എനിക്കൊരു ആരാധ്യനുമില്ല എന്ന്, എൻ്റെ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമെന്ന് പറയുന്ന അതേ മുസ്ലിമിൻ്റെ നാവിൽ നിന്നാണ് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലും ഒരു ദുരിതം വരുമ്പോൾ അവൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ്റെ വിളികളും പ്രാർത്ഥനകളും ആരാധനയുടെ പല ഇനങ്ങളും അവൻ നൽകുകയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഇബാദത്തിന്റെ, ആരാധനയുടെ ഏറ്റവും ഉന്നത തലമാണ്. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് സഹോദരന്മാരെ. നമ്മളുടെ വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസമാകണം, സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം, അല്ലേ? അതിന് ആര് തടസ്സം നിന്നാലും, നമ്മളുടെ മഹല്ല് കമ്മിറ്റി തടസ്സം നിൽക്കുകയാണോ? നമ്മുടെ കുടുംബക്കാരാണോ അതിന് തടസ്സം? അതല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സാണോ അതിന് തടസ്സം? ഇവയൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാനും, ഇവിടെ ജീവിക്കാനും, അതൊക്കെ തിരിച്ചു പിടിക്കാനും നമുക്ക് സാധിക്കും സഹോദരന്മാരെ. എന്നാൽ നരകം അതൊരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ മുൻഗാമികൾ ഈ തൗഹീദിന് വേണ്ടി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി എത്രയാണ് സഹിച്ചത്, അല്ലേ? അബ്ദുല്ലാ ദുൽ വിജാദൈനി റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, ചെറുപ്പന്നേ വാപ്പ മരിച്ച ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷം എളാപ്പയാണ് അദ്ദേഹത്തെ പോറ്റി വളർത്തുന്നത്, അല്ലേ? എളാപ്പ വലിയ കച്ചവടക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ എളാപ്പ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ഇദ്ദേഹത്തെ ചേർക്കുകയും വലിയ സമ്പന്നനാവുകയും ചെയ്യുകയാണ്. അവസാനം റിസാലത്തിൻ്റെ വെളിച്ചം ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. അബ്ദുല്ലാ ദുൽ വിജാദൈന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയും ദീന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോൾ എളാപ്പയോട് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നു. എളാപ്പ ഇങ്ങനെ വിഷയം കേൾക്കുന്നുണ്ട്, സത്യമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എളാപ്പ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവസാനം അത് തുറന്ന് പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ, ആ തൗഹീദ് സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. എളാപ്പ പറയുന്നു, എന്നാൽ എൻ്റെ സാധനങ്ങളൊക്കെയും നീ എനിക്ക് തരണം, നിന്റെ കയ്യിലുള്ള എല്ലാം എനിക്ക് തരണം എന്ന് പറഞ്ഞു. കാരണം എല്ലാം അദ്ദേഹം നൽകിയതായിരുന്നു. എന്നിട്ട് അവസാനം പറഞ്ഞു, നിന്റെ വസ്ത്രം അത് എൻ്റെ പണത്തിനാലുള്ളതാണ്, അതും എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ മഹാനായ സ്വഹാബി തൻ്റെ വസ്ത്രം ഊരിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഓടിപ്പോയി ഉമ്മാൻ്റെ അടുക്കൽ പോയി ഉമ്മയോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ കാര്യം. ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. ഉമ്മ അവരുടെ പുതപ്പെടുത്ത്, വിരിപ്പെടുത്ത് 2 കഷ്ണമാക്കി ആ സഹാബിക്ക് കൊടുക്കുകയാണ്. അതാണ് വിജാദ്,
വിജാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്. അതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഓമന പേരായിക്കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ് ദുൽ വിജാദൈനി, 2 വിരിപ്പുള്ള മനുഷ്യ. 2 വിരിപ്പിനെ വസ്ത്രമാക്കി പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇല്ല സഹോദരന്മാരെ. തൗഹീദിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ? അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും നമ്മൾക്ക് പാടില്ല അല്ലേ? അതേപോലെ റബ്ബിനെ കുറിച്ചുള്ള പേടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ റമളാനിലൂടെ, നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അതാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തഖ്വ എന്നുള്ളത്, ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇത്രയും വലിയ ഒരു അവസരം കിട്ടിയിട്ട് അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം പുതിയ ട്രെൻഡിന്റെ പിന്നാലെ പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അല്ലേ? ഈ അടുത്ത് വോയിസുകൾ കേൾക്കാനിടയായി. വോയിസും ഒരുപാട് പള്ളികളുടെ ലിസ്റ്റ്, അതിൽ കാസർഗോഡ് മുതൽ ഒരുപാട് ദൂരത്തുള്ള പള്ളികളുടെ ലിസ്റ്റ് ഉണ്ട്. ഈ ചെറുപ്പക്കാർ ഇത്തരം പള്ളികളുടെ, മന്തിയുള്ള പള്ളി, അതേപോലെ ബിരിയാണിയുള്ള പള്ളി എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ലിസ്റ്റ് ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര പോവുകയാണ് നോമ്പ് തുറക്ക് വേണ്ടി. സഹോദരന്മാരെ, ഇഫ്താറിന്റെ സമയം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നരകമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കെഞ്ചേണ്ട, മനമൊരുകി കരലൊരുകി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. തമാശയായി അല്ലെ ജോളിയായി യാത്ര ചെയ്യുകയാണ് ദൂരത്തേക്ക്. ചില ആളുകൾ നോമ്പ് തുറയുടെ പേരിൽ അല്ലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടിക്കലർന്ന് ആഭാസ അല്ലെങ്കിൽ ആഡംബരമായി നോമ്പ് തുറന്ന് അതൊക്കെ റീൽസായി സോഷ്യൽ മീഡിയയിൽ ഇറക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അതിന് സംഗീതമൊക്കെ ഫിറ്റ് ചെയ്ത് അതിങ്ങനെ ഇറക്കുകയാണ്. സഹോദരന്മാരെ, ദീന് കൊണ്ട് കളിക്കല്ലേ. പടച്ചോനെ പേടി എവിടെയാണ്? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. 30 നോമ്പ് നോറ്റാൽ നമ്മളെല്ലാം ആയി എന്നൊരിക്കലും നമ്മൾ ധരിക്കരുത്. നമ്മൾ വിചാരം എന്താണ്? 30 നോമ്പ് നോറ്റാൽ 30 ദിവസം തറാവീഹ് നിസ്കരിച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളല്ലാതെ പിന്നെ ആരാ ഇവിടെ സ്വർഗത്തിലേക്ക് പോകാനെന്നാണ്. എന്നാൽ അബൂബക്കറിന്റെ ചരിത്രം കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 1ാമത്തെ മനുഷ്യനാണ്. ഈമാനിൽ മറ്റുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാനിനേക്കാൾ കനം തൂങ്ങും അബൂബക്കറിൻ്റെത്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പക്ഷികളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഈ പക്ഷികളെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവർ മരിച്ച് മണ്ണായിത്തീർന്നാൽ പിന്നെ ഒന്നുമില്ലല്ലോ, ഇവർക്ക് ഹിസാബില്ല, ഇവർക്ക് നരകത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതുപോലെ ഈ അബൂബക്കർ ആയിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മുനാഫിക്കുകളുടെ ലിസ്റ്റ് രഹസ്യ സൂക്ഷിപ്പുകാരനായ സഹാബിക്ക് കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ പേരതിലുണ്ടോ എന്ന് പറ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവരൊക്കെ നിഫാഖിനെ പേടിച്ചിരുന്നു, നരകത്തെ പേടിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മളെല്ലാം ആയി എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. നരകമോചനമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. പാപമോചനമാണ് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ചോദിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, പാപമോചനം ലഭിക്കുന്ന, നരകമോചനം ലഭിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് കരയുന്ന ഒരു കണ്ണ് അത് നമ്മൾക്കുണ്ടാകണം. അങ്ങനെയുള്ള കണ്ണ് നരകം സ്പർശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഐനാനി ലാ തമസ്സുഹാ ഐനാനി ലാ തമസ്സുഹും അന്നാർ ഐനുൻ ബകത് മിൻ ഖശ്യത്തില്ലാഹ്. 2 കണ്ണുകൾ അവയെ നരകം സ്പർശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതിലൊന്നാണ് അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ് എന്നാണ്. സഹോദരന്മാരെ, അങ്ങനെയുള്ള നിമിഷങ്ങൾ
ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മളൊന്ന് ആലോചിക്കുക. 10 ദിവസമായിട്ട് നമ്മൾ 9 ദിവസങ്ങളായിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ദിവസങ്ങൾ, അതല്ലെങ്കിൽ രാത്രികൾ നമ്മൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക, അല്ലേ? അത് എപ്പോഴാണ് ആ രീതിയിൽ കരയേണ്ടത്? അത് ആളരങ്ങിലല്ല, ആളുകൾ കൂടിയിരിക്കുന്ന സമയത്തല്ല, റബ്ബുമായി തനിച്ചായി ഒറ്റയ്ക്കിരുന്ന് റബ്ബിനെ കുറിച്ച് ഓർത്ത്, അവൻ്റെ നരകത്തെക്കുറിച്ച് ഓർത്ത്, ഹിസാബിനെ കുറിച്ച് ഓർത്ത്, സ്വർഗത്തെക്കുറിച്ച് ഓർത്ത്, അങ്ങനെ റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്ത്, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നുള്ള ഒരു കണ്ണുനീർ അത് നമ്മൾക്കുണ്ടാകണം സഹോദരന്മാരെ, അല്ലേ? നോമ്പ് തുറയുടെ വേള അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്താഴ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ശരിയാണ്, എന്നാൽ ഒരല്പസമയം റബ്ബിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ നമ്മൾ ശ്രമിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അവിടെയുള്ള ഇന്ധനം എന്നുള്ളത് വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും പാറകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് ആ നരകത്തെ സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ നരകത്തെ സൂക്ഷിക്കണേ. സദഖകൾ അധികരിപ്പിക്കുക, അല്ലേ? നരകമോചനം ലഭിക്കുന്ന കാര്യമാണിത്. സദഖകൾ അധികരിപ്പിക്കുക. നോമ്പ് തുറപ്പിക്കാൻ സാധിക്കുന്നവർ നോമ്പ് തുറപ്പിക്കുക, അല്ലേ? നോമ്പ് നോറ്റവൻ്റെ അതേ പ്രതിഫലം ലഭിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നരകത്തിൽ നിന്ന് കാവൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തജാറ മിനന്നാരി സലാസ മർറാത്തിൻ, ആരെങ്കിലും ഒരു ദിവസം നരകത്തിൽ നിന്ന് 3 പ്രാവശ്യം കാവൽ ചോദിച്ചാൽ, അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ, ഖാലത്തിന്നാറു, നരകം അള്ളാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അള്ളാഹുവേ ആ അടിമയെ, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ച ആ അടിമയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നരകം പറയുമെന്നാണ്. റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റബ്ബിനോട് ചോദിക്കേണ്ടത് അത് തന്നെയാണ്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ എന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്നുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ പാപമോചനമാണ്, അഫുവാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമുക്ക് നമ്മുടെ റബ്ബുമായി തനിച്ചാകുന്ന ചില സമയങ്ങൾ നിർബന്ധമായും നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെയുള്ള സമയം നമ്മൾക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അവൻ പരിപൂർണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിനേക്കാളും ഏറ്റവും നല്ല മഹത്തരമായ ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗീയ ഉന്നതിയിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നരകത്തിൻ്റെ കത്തിയാളുന്ന ആ ശിക്ഷയിൽ നിന്ന്, ചൂടിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അവരെയും നമ്മെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു ബറക്കത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഏറ്റവും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ اللهم اعتق رقابنا من النار اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا وإخواننا من النار اللهم انصر إخواننا المسلمين في كل مكان اللهم أعزهم بعزتك يا عزيز يا غفار اللهم اغفر لنا يا غافر الذنوب اللهم اجعلنا من المغفورين اللهم اجعلنا من المرحومين ولا تجعلنا من المحرومين اللهم يا حي يا قيوم يا ذا الجلال والإكرام اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغارا اللهم إنا نسألك رضاك والجنة اللهم إنا نسألك رضاك والجنة اللهم إنا نسألك رضاك والجنة ربنا تقبل منا إنك أنت السميع العليم ربنا تقبل منا صيامنا وقيامنا وسجودنا وركوعنا وصدقاتنا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.